ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേനും ഇവിടെ ചെറിയൊരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ മീൻ പിടിക്കാമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ്. മീൻ ഏകദേശം കുളമൊക്കെ വറ്റി ചെയ്യുമ്പോഴത്തേനും ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. കുളം അത്യാവശ്യം വലിയ കുളമാണ്. ഇദ്ദേഹം അവിടെ കുറേ ടീംസും കൂടെ മീൻ പെറുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നിറച്ചും മീനും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടോ. ഈ ഒരു കവർ നിറച്ച് മീനാണ് കേട്ടോ. പിന്നെ അത് രണ്ടവന്മാർ അവിടെ ഉണ്ട്. അവർക്ക് ഞങ്ങൾ കോരി കൊടുത്ത ബക്കറ്റിൽ നിന്നുള്ള മീൻ പിടിക്കലാണ് അവർ. അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രഞ്ജിത്ത് കാട്ടാ ഇവന്മാരിപ്പോൾ ബക്കറ്റ് ഞങ്ങൾ കോരി കൊടുത്ത മീനാണ് ഉണ്ടത്. ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് കോരി കൊടുത്ത മീനാണ് ഇപ്പോൾ അവന്മാർ പിടിച്ചുകൊണ്ടിരിക്കണേ. ഇവിടെ ആണെങ്കിൽ നിറച്ച് മീനാണ്. ഇവന്മാർ പിടിക്കുന്നിടത്ത് നിറച്ച മീനാണ്. ഈ ഒരു കുളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 5-6 കിലോ മീൻ കിട്ടിയിട്ടുണ്ടാവും. ഇതിനകത്തുനിന്ന് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കണുള്ളൂ, കൃത്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഈ ഒരു കുളം കൂടെ ഞങ്ങൾക്ക് ബാലൻസ് ഉള്ളൂ. ഈ കുളം ഒന്ന് കുറച്ചും കൂടെ വറ്റിക്കാനുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് നിറച്ച് മീനാണ്. ഇത്രയും മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ല കേട്ടോ, വേറൊരു കവറിനും കൂടി ഇരിപ്പുണ്ട് സംഭവം. ഇപ്പോഴത്തെ നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 5-6-7 കിലോ ആണിരിക്കും. ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് 5 ഭാഗമായിട്ട് വീതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും ഉള്ള മീൻ ഭാഗമായിട്ട് വീതിച്ചു. അപ്പോൾ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.